വെറൈറ്റി ആയിരുന്നു. കുറേ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡേറ്റ്സിൻ്റെ പായസമൊക്കെ നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ചില വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ സദ്യയിൽ കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് മൊത്തത്തിൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഇന്നുള്ളത് ഭഗവതി കാറ്ററിങ്ങിലെ കണ്ണൻ ചേട്ടൻ്റെ കൂടെയാണ്. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഞാൻ തുടങ്ങിയിട്ട് അതൊരു 18 വർഷമാവും സ്വന്തമായിട്ട്. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ എല്ലാ വർക്കുകളും എനിക്ക് കാര്യമായിട്ടുള്ള അറിയാം. കുറച്ച് സദ്യയുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ചെയ്യുന്നു. സാധാരണ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുക എന്നതാണ് ഇതിൽ. കൊടുക്കുന്ന ആഹാരം നല്ലതായിരിക്കുക, അത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ പറയുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടെ കൊടുക്കുന്നു. അതിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് അവർക്ക് നമ്മളൊരു വിശ്വാസം വന്നത്. ഇത്രയും മത്സരം ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. വിജയത്തിൻ്റെ ഒരു രഹസ്യം അതാണ്. ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കുക. മിക്ക കാറ്ററിങ്ങുകളും എനിക്ക് തോന്നുന്നു കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്ര എമൗണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. 10 പേർക്ക് ചോദിച്ചാലും 10 പേർക്ക് മുതൽ 5000 പേർക്ക് വരെയാണെങ്കിലും കൊടുക്കും. 10 പേർക്കാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എനിക്ക് ദിവസവും ഒരു 200ഓളം വീട്ടിൽ ഊണുണ്ടാവും. ഊണാണും ബിരിയാണിയാണും കാപ്പിയാണും എന്തെങ്കിലും. അപ്പോൾ ഒരു 10 പേര് ചോദിച്ചാൽ അതിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. അവിടെ തലേ ദിവസം പറയണം. പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. തലേ ദിവസം വന്നോണ്ട് ഒരു ചേട്ടാ 15 ഊണ് തരണം, 10 ഊണ് തരണം, 5 ഊണ് വരെ ഞാൻ കൊടുക്കും. നോൺ വെജും ചെയ്യുന്നുണ്ട്, വെജും ചെയ്യുന്നു. നോൺ വെജിലായാലും എല്ലാ ഐറ്റം ചെയ്യാൻ ടീ പാർട്ടിക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പുതിയ വെറൈറ്റി ഇറക്കിയാണ് ഇപ്പോൾ ടീ പാർട്ടിക്ക് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഞാൻ ഡ്രൈവറായിരുന്നു, KSRTCയിലെ ഡ്രൈവറായിരുന്നു. ഞാൻ ആ സമയത്തും ഇതേപോലെ പാചകം എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുതിലേ മുതലേ പാചകം ഒരു കലയാണല്ലോ. അതിനെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന് അത് ചെയ്യാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ പല ആൾക്കാരുടെ കൂടെയും പോവുകയും അവർ ചെയ്യുന്ന മെത്തേഡ് കണ്ടുപിടിക്കുകയും എനിക്ക് പുതിയ ഒരു വെറൈറ്റി ഞാൻ കണ്ടുപിടിച്ച് ചെയ്തതാണ്. ഞാൻ ഒരു 8-9ഓളം മാസ്റ്റർമാരോടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി അവരെ എല്ലാ കാര്യവും ഉൾക്കൊണ്ട് അവരെയൊക്കെ അംഗീകരിച്ച് ബഹുമാനിച്ച് അവരിൽ നിന്നും കണ്ടുപിടിച്ച പാഠങ്ങൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ അത് ചെയ്യുന്നു. അത് എനിക്ക് വിജയം കണ്ടെത്താൻ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എന്നാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം വന്ന് ടേസ്റ്റ് നോക്കും, ഞാൻ നോക്കും. എൻ്റെ ഇളയ മോന് ഇതിന് വലിയ താല്പര്യമുണ്ട്. മൂത്തവൻ ആർമിയിലാണ്. എൻ്റെ വൈഫിനും ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അവളും ഞാൻ ഇളയ മോനും എല്ലാം കൂടെ ഇതിൽ ആക്റ്റീവായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഒരു കുക്കുണ്ട്. എന്നോട് ഞാൻ ഒരു 18 വർഷം കൊണ്ട് 20 വർഷമായി തുടങ്ങിയെങ്കിലും ഒരു 18 വർഷം കൊണ്ട് സ്ഥിരമായി നിൽക്കുന്ന ഒരു കുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശശി എന്നാണ്. ഞാൻ ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ചാണ് പണി തുടങ്ങിയത്. അദ്ദേഹം കൂടെ എന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ഇല്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കാണ് ശശി. ഞാൻ കോഴിക്കോട് മുതൽ തൃശ്ശിനാപ്പള്ളി വരെ ഉള്ള സദ്യ, തൃശ്ശിനാപ്പള്ളിയിൽ എല്ലാ വർഷവും എനിക്ക് ഓണസദ്യയും അല്ലാതെ ഉള്ള കല്യാണ ഫംഗ്ഷൻ എല്ലാം കൂടെ ഒരു 5-6 ഫംഗ്ഷൻ തൃശ്ശിനാപ്പള്ളി സ്ഥിരം ചെയ്യുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, മാവേലിക്കര ഈ ഭാഗങ്ങളിലെല്ലാം ഞാൻ സദ്യ ചെയ്യുന്നുണ്ട്. താങ്ക് യു ഏട്ടാ. എന്തായിരുന്നാലും കാരണം ഒരുപാട് നമ്മൾ ട്രിവാൻഡ്രംകാർ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാറ്ററിങ് സദ്യകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഭഗവതി കാറ്ററിങ് ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അവരുടെ ഫുഡിലായിരുന്നാലും വിഭവങ്ങളിലായിരുന്നാൽ പോലും പല വിഭവങ്ങളും വെറൈറ്റി ഫുഡും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും വർഷങ്ങളോളം ട്രിവാൻഡ്രംകാർക്ക് ഇതുപോലത്തെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. പ്രാവശ്യത്തെ മെട്രോ ഫുഡ് അവാർഡിൽ ഞാനും ഉണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. Budget friendly catering services. The award goes to Bhagavati Catering Trivandrum. And we have the representatives of Bhagavati Catering